കേരളത്തിലെ ആരോഗ്യമേഖല തകർന്ന തരിപ്പണമായിട്ടും ആരോഗ്യമന്ത്രിക്ക് യാതൊരു കുലുക്കവുമില്ലെന്നും ഭൂരിഭാഗം ആശുപത്രികളും മരുന്നില്ലാതെ സ്തംഭനാവസ്ഥയിലാണെന്നും തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. കൊക്കക്കോളയ്ക്കെതിരെ സമരം ചെയ്തവർ മദ്യനിർമ്മാണശാല ഒരുക്കാൻ നേതൃത്വം നൽകുകയാണെന്നും MP പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടുള്ള LDF സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ആശുപത്രി വികസന സമിതി അംഗവും KPCC സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ HDS അംഗങ്ങൾ നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ആരോഗ്യമന്ത്രി ആശുപത്രിയിലെ ഇപ്പോഴത്തെ ദുരന്തമൊന്നും അറിയുന്നില്ല. കോവിഡ് കാലത്ത് സർക്കാർ നടത്തിയ കൊടിയ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് കാലത്തെ മനുഷ്യന്റെ ദുരിതം സർക്കാർ കൊള്ളയ്ക്കുള്ള സാഹചര്യമാക്കി മാറ്റിയെന്നും ഏകാധിപത്യ പ്രവണത ഈ സർക്കാരിന്റെ സ്ഥിരം ശൈലിയാണെന്നും MP കുറ്റപ്പെടുത്തി. 12 വർഷമായി നടത്താത്ത HDS ഫണ്ട് ഓഡിറ്റ് ചെയ്യുക, HDS ഫണ്ട് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, ആശുപത്രിയിൽ ഒഴിവുള്ള തസ്തികയിലേക്ക് ഡോക്ടർമാരെയും അനുബന്ധ സ്റ്റാഫിനെയും ഉടൻ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ആശുപത്രിക്ക് മുന്നിൽ നടന്ന സമരത്തിൽ അഡാട്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി വികസന സമിതി അംഗങ്ങളായ ലീല രാമകൃഷ്ണൻ, PV ബിജു, വടക്കാഞ്ചേരി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ്, UDF നേതാക്കളായ PA മാധവൻ, CV കുര്യാക്കോസ്, ഷാജി കോടങ്കണ്ടത്ത്, ജോസഫ് ചാലിശ്ശേരി, ജോൺ ഡാനിയൽ, സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.